നമസ്കാരം സുഹൃത്ത്. മലയാളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള മുസ്ലിം വനിതാ നോവലിസ്റ്റ് എന്ന നിലയിൽ തത്തുല്യമായിട്ടൊരാളെ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലുണ്ടെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരാളോട് എനിക്ക് മുസ്ലിം സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിഷയങ്ങൾ പങ്കിടാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഇത്തായുടെ പ്രതികരണം കിട്ടാനുമാണ്. ഒന്ന്, കിനാവ് പോലെ ഒരു നോവൽ എഴുതിയ കാലത്ത് ഒരു പക്ഷേ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും BM സൂറയ്ക്ക് കിട്ടിയിരുന്ന ചില സൗകര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് BM ഗഫൂറിൻ്റെ പെങ്ങളാണ്. വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നതാണ്. ഡോക്ടർ MM ബഷീറിനെ പോലുള്ള മലയാളത്തിലെ ചിരപ്രതിഷ്ഠ നേടിയ വലിയ നിരൂപകനായ എഴുത്തുകാരൻ്റെ, അധ്യാപകൻ്റെ, കോളേജ് അധ്യാപകൻ്റെ, പ്രൊഫസറുടെ, യൂണിവേഴ്സിറ്റി അധ്യാപകൻ്റെ ഒക്കെ ഒരു പ്രിയതമയാണ്. അതിൻ്റെയൊക്കെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ പുതിയ തലമുറ എഴുത്തിലേക്ക് വലിയ തോതിൽ വരുന്നുണ്ട്. എന്താണ് സുഹൃത്താക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്? മുസ്ലിം പെൺകുട്ടികളുടെ എഴുത്ത്. നിങ്ങൾ പറഞ്ഞ ആദ്യം ഒരു പ്രായം കൂടിയ മുസ്ലിം വനിത മാത്രമല്ല, ആദ്യമായിട്ട് മുസ്ലിം നോവൽ എഴുതിയ മുസ്ലിം വനിത, സാഹിത്യം എഴുതിയ ഒരു മുസ്ലിം സ്ത്രീ കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ എൻ്റെ ഭർത്താവും സഹോദരൻ്റെ ഒക്കെ ഒരു പിന്തുണ ഉണ്ടെങ്കിലും അവരൊന്നും അല്ല സുഹൃത്തായ എഴുത്തുകാരിയാക്കിയത്, സംശയമൊന്നുമില്ല. അവരെ സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവ് പറയുന്നവരെ അവർ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുതുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറ്റും, അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഉള്ളിലെവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എഴുത്തുകാരിയായി വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. സപ്പോർട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യം. അല്ല, അതുകൊണ്ട് എനിക്കൊരു ബൂസ്റ്റിങ്ങും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴത്തെ മാതിരി ഇങ്ങനെ ഈ പ്രമുഖരൊക്കെ എൻ്റെ പിന്നിലുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ബൂസ്റ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴങ്ങനെയല്ലോ, ഒരു നോവലോ ഒരു കഥയോ എഴുതിയാൽ ബൂസ്റ്റിംഗ് ആണ് ആദ്യം. അവരെന്നെ എഴുത്തുകാരെന്നെ സ്വയം മാർക്കറ്റിംഗ്, സെൽഫ് മാർക്കറ്റിംഗ് ആണ്. അതിന് പോകേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ. ഒരു ഗതികേടെന്നേ ഞാൻ പറയാം. അങ്ങനത്തെ ഒരു ഇപ്പൊ പബ്ലിഷേഴ്സ് തന്നെ പറയുന്നത്, നിങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ പുസ്തകത്തിനെ നിങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യണം, നിങ്ങൾ ഇത്ര പുസ്തകം വാങ്ങണം. അങ്ങനെയൊക്കെയാണ് ഞാൻ കുട്ടികളോട്, പുസ്തക പ്രസാധനം വലിയ കച്ചവടമാണ്. പുതിയ എഴുത്തുകാരികളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് അതാണ്. എല്ലാവരും പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കാശ് കൊടുത്താണ് പലരും പബ്ലിഷ് ചെയ്യുന്നത്. അതെ, കാശ് കൊടുത്തിട്ടാണ് എല്ലാവരും. അത് വലിയ കച്ചവടമാണ്. ഇവരെയൊക്കെ ചൂഷണം ചെയ്യുന്നൊരു വലിയ, അത് വിറ്റ് പോകുന്നോ ഇല്ലെന്ന് ഇവർക്ക് അറിയില്ല. എത്ര കോപ്പി അടിക്കുന്നു എന്നറിയില്ല. 250 കോപ്പിയൊക്കെ അടിച്ചിട്ടാണ് എഴുത്തുകാരികൾ ആകുന്നത്. എഴുത്തുകാരികൾ മാത്രമല്ല, ആ ഒരു സംസ്കാരം ഇപ്പം മലയാളത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. മാർക്കറ്റിംഗ്, എഴുത്തുകാർ തന്നെ മാർക്കറ്റ് ചെയ്യണം അവനവൻ്റെ പുസ്തകത്തെ പറ്റി. പുതിയ മുസ്ലിം പെൺകുട്ടികളുടെ എഴുത്ത് ശ്രദ്ധിക്കാറുണ്ട് എത്താ? അങ്ങനെ പേരെടുത്ത് പറയാൻ എനിക്കറിയാം, എന്നാലും ഒരുപാട് ഉണ്ടല്ലോ മുസ്ലിങ്ങൾ. സഹീറാത്തങ്ങൾ, ഷീബ, ഷാഹിന, സിസ്റ്റേഴ്സ് ആണല്ലോ, ഷീബയും ഷാഹിനയും. അവരൊക്കെ അവരവരുടെ അധ്വാനം കൊണ്ട് അവനവൻ്റെതായ സെൽഫ് മെയ്ഡ് ആണ്, അവർ കണ്ടെത്തിയവരാണ്. ഷാഹിനയും ഷീബയും നല്ല കാലിബറുള്ള എഴുത്തുകാരാണ്. അവർ ഷീബയുടെ ഷാഹിനയുടെ ഒക്കെ ചെറുകഥകൾ നമ്മൾ ഒരു ഒന്നാം അല്ല, അവർക്ക് കിട്ടുന്നൊരു, ആ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ഷാഹിന കെ റഫീഖ് ഉണ്ട്. ഓർമ്മയുള്ള പേര് അല്ല സുഹൃത്തെ പറഞ്ഞോളൂ. ഒരു പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു അവാർഡ് കൂടി ആയിരിക്കും. ഓർമ്മയില്ലാത്ത പറയാതിരിക്കാൻ ഒരുപാട് ഇവരെ പോലുള്ള ഒരുപാട് മുസ്ലിം കുട്ടികൾ സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. കവിതയില്ലെങ്കിലും ചെറുകഥയിൽ ഒരുപാട് പേര്. കവിതയിൽ കുറവാണ്. കവിതയും കഥയും എഴുതുന്ന ചിലരുണ്ട്. ഞങ്ങളുടെ മലപ്പുറത്ത് റൂബി നിലമ്പൂരുണ്ട്, കണ്ടിട്ടുണ്ടോന്നറിയില്ല. അതുപോലെ ആരോ എന്നെ ഒരിക്കലും ആദരിക്കാൻ വിളിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് വലിയ പ്രശ്നം. ഇവരിങ്ങനെ എഴുതി തുടങ്ങുമ്പോഴേക്ക് തന്നെ ഒരു അവരെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് അവർക്ക് പിന്നെ രണ്ടാമത് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കുകയാണ്. പിന്നെ അന്ന് ഹജ്ജിന് വന്നപ്പോഴാണ് തോന്നുന്നു സൗദിയിൽ കുറച്ച് പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളുണ്ട്. സബീന M സാലി എന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ട് അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഖത്തറിൽ പോയപ്പം അവിടെ കുട്ടികൾ അവരൊരു ചെറിയ ഒരു അസോസിയേഷൻ എന്നെ വിളിച്ച് സ്വീകരണം നൽകിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. മുസ്ലിം എഴുത്തിൽ മാത്രമല്ല, ഇന്നത്തെ വിദ്യാഭ്യാസം നേടുന്നതിലും അതുപോലെ ജോലി ചെയ്യുന്നതിലും കുടുംബം പുലർത്തിക്കൊണ്ട് തന്നെ അവർ ജോലി ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഒരു സ്വത്വം അല്ലെ, ഒരു സ്ത്രീ സ്വത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ
നമുക്കൊരു നമ്മുടെ സ്വത്ത് നമുക്ക് അതിന്റെ പ്രധാന കാരണം അതാണല്ലേ, വിദ്യാഭ്യാസവും ജോലിയും വരുമാനം വന്നു എന്നുള്ളത്. അതാണല്ലോ നമ്മളെ വെർജീനിയ വൂൾഫ് കൊണ്ട് പറഞ്ഞത്. ഒരു എഴുത്തുകാരിയാണെങ്കിൽ സ്വന്തമായ ഒരു മുറിയും മാസ വരുമാനം ഉണ്ടായേ തീരുള്ള ഹെർ ഓൺ റൂം അല്ലേ? അതെ, വൺസ് ഓൺ റൂം. അത് സത്യമാണ്. ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാതിരിയല്ല, സ്വന്തമായിട്ട് വരുമാനവും സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള സ്ത്രീകൾ അത് കേരളത്തിൽ മാത്രമല്ല പുറത്തും വളരെ ഉയരങ്ങളിലെത്തുന്നു. നമ്മളിപ്പോഴും മാത്രമല്ല ഡാൻസ്, സിനിമ തുടങ്ങിയ മേഖലയിലും നമ്മുടെ കുട്ടികൾ വലിയ തോതിൽ വരും. സംഗീതത്തിൽ വലിയ ബൂം ഉണ്ടായിട്ടുണ്ട് അല്ലേ? മുസ്ലിം പെൺകുട്ടികൾ അത് കുറെ കൂടി വളരും തന്നെയല്ലേ വിശ്വാസം. അതിനൊക്കെ അവർക്ക് വീട്ടിൽ നിന്നൊക്കെ എതിർപ്പുകൾ നേരിട്ടിട്ടും അവര് വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് അല്ലേ? വലിയൊരു കാര്യം മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, കുട്ടികളിങ്ങനെ ഇതെല്ലാം അവർക്ക് പെൺകുട്ടികളെക്കാൾ ബോധ്യം ഇപ്പൊ രക്ഷിതാക്കൾക്കുണ്ട് അല്ലേ? ഒരു ലിംഗനീതിയുടെ ഒരു ബോധമുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ അതേ സമയത്ത് തന്നെ അവരെ പുറകോട്ട് നയിക്കുന്ന പൗരോഹിത്യം ഉൾപ്പെടെയുള്ള ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ സജീവമാണ് ഇപ്പോൾ. അതും ശക്തിപ്പെടുന്നുണ്ട് സുഹൃത്ത. അപ്പോൾ ഒരു കാരണം പറഞ്ഞപ്പോൾ എൻ്റെ ജില്ലയിൽ ഇപ്പോൾ മലപ്പുറത്ത് സുഹൃത്തെ കണ്ടിട്ടുണ്ടാവുക വാർത്ത. 15 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടി SSLCക്ക് വലിയ റാങ്ക് വാങ്ങിയപ്പോൾ നാട്ടിലെ എല്ലാ കുട്ടികളെ ആദരിക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ ഒരു മഹാപണ്ഡിതൻ ആ കുട്ടിയെ സ്റ്റേജിൽ കയറാൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ടു. സമസ്ത മുശാവറ അംഗമായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ചെയ്തത്. അവളോട് ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? അതൊക്കെ അന്യായമേ പറയാൻ പറ്റും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ അടുത്ത് ഞാനൊരു വിവാഹത്തിന് പോയിട്ട് പിന്നെ അങ്ങനെ മറ കെട്ടിയത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ. അപ്പോൾ നമ്മൾ വരൻ്റെ പാർട്ടിക്കാരായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ വീട്ടുകാർ ഞങ്ങളെ മുമ്പ് കൊണ്ടുവരുത്തി. അപ്പോഴാണ് നിക്കാഹ് ചെയ്യാൻ വന്ന ഒരു പ്രശസ്തനായ ആസിയാണ് അവിടെ വന്നിരുന്നിട്ട് ഈ സ്ത്രീകളെ ആര് പറഞ്ഞ് മുമ്പിലിരുത്താൻ, നിക്കാഹ് നടക്കൂല സ്ത്രീകളിങ്ങനെ മുമ്പിലിരിക്കുകയാണെങ്കിൽ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അരിശം തുരഞ്ഞ് പൊന്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവിടെ നിൽക്കൂല, നമ്മൾ പോവാണ്. അപ്പോൾ മറ്റവർക്ക് ഭയങ്കര പ്രയാസമായി, ക്ഷീണായിപ്പോയി. അവരൊന്ന് ക്ഷമിക്കണം സുഹൃത്താ, നമ്മൾ. പക്ഷെ ആ രംഗത്ത് വന്ന വലിയൊരു മാറ്റം കണ്ടോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിവാഹങ്ങളിൽ സ്റ്റേജിൽ തന്നെ വരൻ്റെയും വധുവിൻ്റെയും ആളുകൾ, അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് സമ്മതിക്കുന്നില്ല. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ CH മുസ്തഫ മൗലവിയാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഒരു ഡോക്ടർ കരീം സാറിൻ്റെ കല്യാണമൊക്കെ വലിയ വാർത്തകൾ വന്ന് ശ്രദ്ധിച്ചിരുന്നു. അതെ, വലിയ മാറ്റം. ഭക്ഷണം കഴിക്കും, വേറെ ഇതുപോലും ഇല്ല. ഭക്ഷണശാല നമ്മളൊന്നും ഇപ്പം അങ്ങനെ സ്ത്രീകൾക്ക് ഇല്ല. മറ കെട്ടി രണ്ടായി കല്യാണം ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ എല്ലാം തീരെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഉണ്ട് ഒരു വിഭാഗത്തിന്. പക്ഷേ അതുകൂടി മാറേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി, ഇപ്പോൾ ഇവിടെ നോളജ് സിറ്റിയിൽ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി, വലിയ ലോകപ്രശസ്തമായ സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കവിയരങ്ങ് എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. 100 കവികളെ എല്ലാ കൊല്ലവും കൊണ്ടുവന്ന് ആദരിച്ച് വലിയ കാശ് കൊടുത്ത് കവിത ചൊല്ലിച്ച് സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള വലിയ കവികളൊക്കെ വന്നതാണ്. പക്ഷെ ഒരു പോളിസി പോലെ അവർ സ്വീകരിക്കുന്നത് ഒറ്റ പെൺകുട്ടിയെയും വിളിക്കാറില്ല. എന്ത് തോന്നുന്നു മാഡത്തിന്? അപമാനകരമായിട്ടാണ് തോന്നുന്നത്. അവരിപ്പോഴും വിചാരിക്കുന്നത് സ്ത്രീകൾ അകത്തളങ്ങളിൽ ഒതുങ്ങേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അങ്ങനെ അതിനെ പ്രേരിപ്പിക്കുന്നത്. ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല. പള്ളിയിൽ തന്നെ സ്ത്രീകൾ ഏത് പള്ളിയിൽ പോയാലും എനിക്ക് ചിലപ്പോൾ സങ്കടമൊന്നും. സ്ത്രീകൾക്ക് പോകുന്ന വഴി തന്നെ വളരെ മോശം. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, പുറം രാജ്യങ്ങളിൽ നമ്മൾ ചെന്നാലും കാണാം ഇതൊക്കെ ചുറ്റി വളഞ്ഞ് വഴി കൂടെ വേണം നമ്മൾ പള്ളിയിൽ കയറാൻ. പള്ളിയിൽ പോകാമെങ്കിൽ പോലും ആ പോകുന്ന വഴി വളരെ മോശം, ഇടുങ്ങിയതും വൃത്തികേടില്ല, എന്നാലും ഒരു ഇടുങ്ങിയ വഴി കൂടെയൊക്കെയാണ് സ്ത്രീകളെ കയറ്റുക. ഇത് ഒരേ വഴിയിലൂടെ തന്നെ ആണിനും പെണ്ണിനും ഒരു പള്ളിയിൽ കയറണം. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അതെ, ഞാൻ കണ്ടതാ. അവിടെ എന്തെങ്കിലും വേർതിരിവുണ്ടോ? തൊട്ടടുത്തല്ല ആണുങ്ങളെ കൂടെ നമ്മൾ നിസ്കരിക്കുന്നത്. സ്ത്രീകൾക്ക് പോകാൻ വേറെ വഴി അല്ലേ? അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ ഇപ്പോൾ മെയിൻ പള്ളിയിൽ സ്ത്രീകൾ കയറൂല, തൊട്ടടുത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വല്ലാത്തൊരു വിവേചനം തന്നെയാണല്ലേ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മക്കത്തില്ലാത്ത നമ്മള് ഇല്ലല്ലോ, ഒരേ സെഫിലല്ലേ എല്ലാവരും ചെന്ന് ഒന്നുമില്ല. ഒരു അതെ ഏതുമല്ല ഹജ്ജിന് വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് അവിടെ എംബസി സ്കൂളിലുണ്ടായിരുന്നു, ഇന്ത്യൻ എംബസി സ്കൂളിലുണ്ടായിരുന്നു. 2004 എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലം
അപ്പോൾ അവിടെ ഈ ഒരു വിവേചനവും ഇല്ല. അതുകൊണ്ട് BM സുഹറ ഹജ്ജുമ്മയാണ് ഇപ്പോൾ ശരിക്കും. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമ്മളൊരു ആഗ്രഹമായിരുന്നു. അതെ അതെ, നന്നായി. അന്ന് അവിടെ സ്വീകരണങ്ങളൊക്കെ ഉണ്ടായല്ലോ, പലരും സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പുതിയ സമൂഹത്തിൽ ഇത്രയേറെ മാറിയിട്ടും നമ്മുടെ പെൺകുട്ടികളോട് കാണിക്കുന്ന വിവേചനം അത് മാറുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ആ വിവേചനം ഇപ്പോഴും തുടരുന്ന പൗരോഹിത്യത്തെ കാലം മാറ്റും, അതോ നമ്മുടെ പുതിയ തലമുറ മാറ്റുമെന്നാണോ? അതൊക്കെ മാറാതിരിക്കാൻ സാധിക്കണം. സൗദി അറേബ്യ പോലെ മാറിയില്ലേ? ഒരുപാട് സൗദി അറേബ്യയിൽ എന്തുമാത്രം ഇപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം, സിനിമ തിയേറ്റർ വന്നു, അഭിനയിക്കുന്നു, സിനിമ നിർമ്മിക്കുന്നു, എല്ലാം ചെയ്യുന്നില്ല സൗദിയിൽ. അപ്പം നമ്മുടെ നാട്ടിലും കാലം കൊണ്ട് ഇത് പാടില്ല എന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ മലയാള സിനിമയിൽ മിക്കവാറും മുസ്ലിമുകളുടെ പുതിയൊരു ജനറേഷൻ നിറഞ്ഞു നിൽക്കുകയാണ്, ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒക്കെ. എന്തായാലും കാലം മാറ്റാതെ വഴിയില്ല അല്ലേ? മാറും, പക്ഷെ ആ മാറ്റങ്ങൾ നമ്മുടെ നന്മക്ക് കൂടി ആയിരിക്കണം. നല്ല ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യം നന്നാവണം. ഇതിനാണ് ഈ മാറുന്നതെന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ അത് പറയാൻ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലൊക്കെ ഈ ഡ്രഗ് ഭയങ്കര, അതാണ് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ്. കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയത് കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയുണ്ട്. അതാണ് ഇപ്പൊ പെൺകുട്ടികൾക്കൊക്കെ 2 കുട്ടികൾ ഇറങ്ങി അങ്ങ് പോവുക. എന്തിനാ? കണ്ടു ഞങ്ങളെ താനൂരിന്നാ പോയത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയം തോന്നുന്നു. ഈ മാറ്റങ്ങൾ സ്വാതന്ത്ര്യം വല്ലാതെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾക്ക്, ഞാനെപ്പോഴും പറയും, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരു ആശിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് നമ്മുടെ മൂല്യത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, നമുക്ക് നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതല്ലാതെ ഞാൻ എപ്പോഴും പറയും, ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ സിഗരറ്റ് വലിക്കുക, വര വേഷം ധരിക്കുക, അത് മദ്യപിക്കുക, അതൊന്നുമല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ ഓരോരോ ക്ലാസ്സിന്, അപ്പർ ക്ലാസ്സിൻ്റെ സ്വാതന്ത്ര്യം ആയിരിക്കില്ല മിഡിൽ ക്ലാസ്സിന് വേണ്ടത്, അതുപോലെ ലോവർ ക്ലാസ്സിൻ്റെ സ്വാതന്ത്ര്യം ആയിരിക്കില്ല. അങ്ങനെ സ്ത്രീകൾക്ക് അതൊക്കെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തണം. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ കണ്ടെത്തണം. എന്നിട്ട് ഞാനതിൽ എനിക്ക് ധൈര്യത്തോടെ എനിക്കിത് മതി എന്നുള്ള ഒരു തോന്നൽ. ലിംഗനീതി വേണം. അതേ സമയത്ത് സ്ത്രീകൾ പ്രത്യേകിച്ചും കൂടുതൽ കരുതിയിരിക്കുകയും റെസ്പോൺസിബിൾ ആകുകയും വേണം നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളോട്, അല്ലേ? മാത്രമല്ല അവനവനോട് തന്നെ. ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ പോയി. വാല്യൂസിനൊന്നും ആർക്കും അതിങ്ങനെ കാലാനുസൃതമായിട്ട് മാറി, അല്ലേ? ഒന്നുമില്ല. എന്ത് ചെയ്താലും പൈസ ഉണ്ടാക്കിയാൽ പിന്നെ അള്ളാഹു ക്ഷമിക്കൂ എന്നുള്ളൊരു ധാരണ മുസ്ലിം സമുദായത്തിലുണ്ട്. ഒരുപാട് കള്ളക്കടത്തും എല്ലാം ചെയ്ത് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ കാശുണ്ടാക്കിയെന്ന് പ്രശ്നമില്ല. ഇസ്ലാമിന് കച്ചവടം പിന്നെ സുന്നത്താണ്. അപ്പൊ എന്ത് കച്ചവടം ചെയ്യാം. അത് കഞ്ചാവായാലും ശരി, കള്ളക്കടത്തായാലും. ഈ മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി വളരെ നന്നായിട്ട് കൂടി വരികയാണ്. ആ ആർത്തി ജീവിതം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് എന്നുള്ള ഒരു ധാരണ വന്നു പോയി. ആ ധാരണ നമ്മൾ തിരുത്തണം. ആഘോഷം തന്നെ ആഘോഷിക്കണം, നമ്മളെ ജീവിതം നല്ല രീതിയിൽ ആഘോഷിക്കണം. അല്ലാതെ അത് മദ്യപിച്ച് മയക്കുമരുന്ന്, ഈ പെൺകുട്ടികളൊക്കെ ഒരുപാട് ഡ്രഗ് എടുക്കുന്നവരുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട്, വലിയ തോതിലുണ്ട്. അറിയാൻ പോലും പറ്റുന്നില്ല. കഷ്ടമാണ്. അതാണ് ആ ഒരു ഈ നമ്മുടെ ഈ. പക്ഷെ അത് ഇപ്പൊ ഇത്ത പറഞ്ഞ പോലെ അതിന്റെ പിന്നിലും ഈ കച്ചവടത്തിന്റെ റാക്കറ്റാണല്ലോ. എങ്ങനെ എന്ത് വിറ്റും കാശുണ്ടാക്കാം, മരണം വിറ്റ് കാശുണ്ടാക്കുന്നത്. അത് നമ്മളെ ഒരു യുവജനതായി അല്ലെങ്കിൽ അടുത്ത തലമുറ വഴിതെറ്റി പോകാന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ഇതും ഇല്ലല്ലോ നമുക്ക്. അത് അത്രയും നിർഭാഗ്യകരമായ കാര്യം എന്താണുള്ളത്. അത് വലിയ ജാഗ്രത വേണം സമൂഹം, അല്ലേ? പക്ഷെ അതില് നമുക്ക് സ്ത്രീകൾക്കൊക്കെ വലിയ പങ്കുണ്ട്. കാരണം ഈ കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞ് കൈയൊഴിയാൻ പറ്റൂല. പാരൻസിന് ഇവരുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അവർക്ക് ഏത് നേരം ഈ ഫോണും. പാരന്റിങ് അതിലൊരു ഘടകം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതിൽ ഖുർആനിലൊക്കെ പറഞ്ഞ അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. ഒരു എങ്ങനെ മക്കളെ ഗ്രന്ഥങ്ങളില് ജീവിക്കണം, സ്ത്രീയെ എങ്ങനെ പിന്നെ വീട്ടിനകത്തെടുത്ത് അടച്ചു പൂട്ടണമെന്നോ പുരുഷന്മാർ പ്രവേശിക്കുന്നിടത്ത് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ പുരുഷൻ്റെതായ കടമകളും ബാധ്യതകളുണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളതായ കടമകളും ബാധ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ നിറവേറ്റിയാൽ മാത്രമേ ഒരു പിന്നെ അടുത്ത തലമുറയെ നമുക്ക് ഈ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഈ ഒറ്റ കാര്യം കൂടി, ഈ വസ്ത്രധാരണത്തിൽ വന്നിരിക്കുന്ന ഒരു അറബുവൽക്കരണമുണ്ട്. അത് വലിയ നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ. ചില സ്കൂളുകൾക്കൊക്കെ യൂണിഫോം പർദ്ദയാണ്. അത് സുഹൃത്തെ കണ്ടിട്ടുണ്ടോ അറിയില്ല. മദ്രസകളിലുണ്ട്, അല്ല ചില അറബി കോളേജുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്.
അത് ഈ ഈ ഒരു വേഷവിധാനത്തിൽ വന്നിരിക്കുന്ന ഒരു 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 വല്ലാത്ത കടന്നുകയറ്റം ഉണ്ടല്ലോ, നമ്മുടെ ജെനുവിനായ ഡ്രസ് കോഡിന് പകരം അത് അങ്ങനെ ആകെ മൂടി. അതിപ്പോൾ വെറും ആദ്യം ഹിജാബായിരുന്നെങ്കിൽ പിന്നെ അത് പർദ്ദയായി, നിക്കാബായി, കണ്ണുപോലും കാണാത്ത തരത്തിലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ വിഭാഗം ഇപ്പോഴത് കുറച്ച് മാറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്. വീട്ടിനകത്ത് സ്ത്രീകളുമായിട്ട് ഇടപഴകും വരെ നക്കാബിട്ട് നടക്കുന്നതാണിപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. നമ്മൾ നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാന്ന്. അതൊക്കെ എന്തോ ഓരോ ഈ തെറ്റായ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഒരു യൂട്യൂബിലൂടെയും ഇതിലൊക്കെ അതിലാണല്ലോ സ്ത്രീകൾ മുഴുകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നല്ലതില് മീഡിയയിൽ കൂടെ ഇവർക്ക് ഒരുപാട് കിട്ടുന്ന ഒന്നും മെസ്സേജുകൾ കിട്ടുന്നത്. അതനുസരിച്ചിട്ടാണ് പലരും ജീവിക്കുന്നത്. നമ്മളവരോട് പ്രസംഗിക്കാൻ വരും ഓരോരുത്തരും, ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല, അങ്ങനെ നടക്കുന്നത് ശരിയല്ല, ഇത്താൻ ഉപദേശിക്കാൻ വരുന്നുണ്ടോ? ഞാൻ എൻ്റെ അടുത്തൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഹദീസുകളെക്കാൾ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. ഖുർആനിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് നിത്യം വായിക്കുന്നുണ്ട്. അപ്പം അതിൽ പറഞ്ഞത് അത് മുഴുവനും നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും അത് ശ്രമിക്കാമെന്നല്ലാതെ ഇങ്ങനെ ഈ ദിവസം വരും. ഞാൻ ആ ഗ്രൂപ്പൊക്കെ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ബ്ലോക്ക് ചെയ്തേക്കണം. ഓരോ മൗലവിമാർ പറഞ്ഞത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ അയക്കുക. സോഷ്യൽ മീഡിയയിലെ മൗലവിമാരാണ് വലിയ അപകടം ഉണ്ടാക്കുന്നത്. മീഡിയയിൽ അത് ഭയങ്കര പ്രയാസമാട്ടോ. എല്ലാ മേഖലകളും നല്ലത് വരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ നാശമാണ് വരുന്നത്. സോഷ്യൽ മീഡിയ നമ്മളെ ജനതയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള സ്വാധീനമല്ല എന്നുള്ളതാണ്. അതാണ് ഈ വേഷം ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഇവിടെ പണ്ട് പർദ്ദ വന്നതെന്ന് വെച്ചാൽ ഒരു പർദ്ദ കമ്പനിക്കാർ അവരെ പരസ്യത്തിൽ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇവിടെ ഈ ഇസ്ലാമിക വേഷമായി പർദ്ദ കച്ചവടക്കാർ കൊണ്ടുവന്നതാണ്. പർദ്ദ എനിക്ക് ധരിക്കുന്നതിനോട് ആരോ യോജിപ്പില്ല. പക്ഷെ അത് ഞാൻ തീരുമാനിക്കണം. പർദ്ദ വേണോ വേണ്ട ഞാൻ തീരുമാനിച്ച് ഞാൻ ഇട്ടാൽ എനിക്ക് അതിൽ യാതൊരു വിരോധമില്ല. അത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഏത് വസ്ത്രമായാലും അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സമുദായമോ കുടുംബമോ ഭർത്താവോ അടിച്ചേൽപ്പിക്കരുത്, സംഘടനകളോ. അവനവൻ്റെ ഇഷ്ട വേഷം എന്നൊക്കെ പറഞ്ഞാൽ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കും. അതിൻ്റെതാണെന്ന് ആരും നിഷ്കർഷിച്ചാൽ അതോടെ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും പുതിയ തലമുറ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതിരിക്കുക, സ്ത്രീ എന്ന നിലയിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആവുക, അല്ലേ? ഒരു പക്ഷേ അച്ഛനേക്കാൾ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിലെ സകല തിന്മകളിലും വലിയ പങ്ക് അമ്മമാർക്കുണ്ട് എന്ന് നമ്മൾ പിന്നെ ഒരു പഴഞ്ചനായി പോയി എന്നുള്ള രീതിയുണ്ട്. ഇപ്പോൾ ഞാൻ വീട്ടിലകത്തിരുന്ന് ഞാൻ എൻ്റെ മക്കളെ നോക്കി ജീവിക്കുന്നത് ഒരു പഴഞ്ചൻ രീതിയാണ് എന്നുള്ള ഒരു തോന്നൽ ചിലവർക്കെങ്കിലും ഇപ്പോൾ ഉണ്ട്. അതങ്ങനെ അല്ല. ഓരോരുത്തർക്കും പുരുഷന് ബാധ്യതകൾ പോലെ സ്ത്രീക്കും ബാധ്യതകളുണ്ട്. അവനവൻ്റെ ബാധ്യതകൾ നിറവേറ്റുമ്പോഴേ പുരുഷനേക്കാൾ വലിയ ബാധ്യതയുണ്ട്. അതൊന്നും അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യും, സ്വയം മനസ്സിലാക്കി ചെയ്യണം. ഇന്ന ജോലി സ്ത്രീക്ക് ഇന്ന ജോലി പുരുഷൻ എന്നുള്ള ആ വ്യവസ്ഥിതി മാറണം. സ്ത്രീയും പുരുഷനും കൂടി എന്തും ചെയ്യാം, പക്ഷേ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ പുരുഷനോടൊപ്പം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാനും പറ്റണം. അതായത് സ്ത്രീക്ക് സ്ത്രീയുടേതായ വ്യക്തിത്വം വേണം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, ഒക്കെ വേണം. തീർച്ചയായും. എന്തായാലും സമൂഹത്തോട് ഇത്രയും കാര്യങ്ങൾ മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരി എന്ന നിലയിൽ BM സൂറ പറഞ്ഞിരിക്കുന്നു. ഈ ക്രൈം ഓൺലൈനിനോട് ഇത്രയും നേരം സംസാരിച്ചതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ.